യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിനിടയിലാണ് ഗസയിലെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് 4 ബന്ദികളെ ജീവനോടെ ഇസ്രായേൽ സൈന്യം രക്ഷപ്പെടുത്തിയെടുത്തത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ആശ്വാസ വാർത്തയായിരുന്നു. എന്നാൽ ആ വാർത്ത വന്നതിന് പിന്നാലെ ഇസ്രായേലിലെ മന്ത്രിസഭയിൽ ഭിന്നത വന്നു തുടങ്ങി. ആഭ്യന്തര കാര്യങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകളോട് എതിർത്ത് മന്ത്രിമാർ സംസാരിക്കുകയും ചെയ്തു. ഇസ്രായേലിലെ യുദ്ധകാല മന്ത്രിസഭയിൽ ഭിന്നത രൂക്ഷമായതിന് പിന്നാലെ മന്ത്രി ബെന്നി ഗാൻസ് രാജിവെക്കുകയും ചെയ്തു. നെതന്യാഹുവിന്റെ നയങ്ങളിൽ വിയോജിപ്പുണ്ടെന്നും യുദ്ധതന്ത്രങ്ങൾ നെതന്യാഹു ഒളിപ്പിച്ചു വയ്ക്കുന്നത് എന്തിനാണെന്നും ചോദിച്ചായിരുന്നു രാജി. ഗസ മുനമ്പിലെ യുദ്ധശേഷമുള്ള ഭരണ സംവിധാനത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വെളിപ്പെടുത്തിയില്ലെങ്കിൽ തന്റെ രാജി സ്വീകരിക്കേണ്ടി വരുമെന്ന് ബെന്നി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. മുൻ പ്രതിരോധ മന്ത്രിയും സൈനിക ജനറലുമായ ബെന്നിയുടെ രാജി ഇസ്രായേലിനും നെതന്യാഹുവിനും ഗുണമാണോ ദോഷമാണോ ചെയ്യുക? ഇതുമൂലം സർക്കാർ തകർച്ചയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? ഇതെല്ലാം ചർച്ചയായി. പശ്ചിമേഷ്യൻ യുദ്ധം നടക്കുന്ന ഈ വേളയിൽ മന്ത്രിസഭ ഭിന്നിപ്പിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരുന്ന അവസ്ഥ വരുമോ ഇസ്രായേലിന് എന്നാണ് മറ്റ് സംശയങ്ങൾ. ഇസ്രായേലിലെ യുദ്ധ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു ബെന്നി ഗാൻസ്. 2023 ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് നാഷണൽ യൂണിറ്റി പാർട്ടി ഇസ്രായേലിലെ പ്രധാന വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടി ലിക്വിഡുമായി ഒരു യുദ്ധ മന്ത്രിസഭ രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള 37ാം സർക്കാരിൽ ഒരു പ്രത്യേക പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തമില്ലാത്ത മന്ത്രിയായി ബെന്നി ഗാറ്റ്സിനെ നിയമിക്കുകയും ചെയ്തു. പിന്നീടുള്ള ഘട്ടങ്ങളിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ബെന്നി പല കാര്യത്തിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഗസയിൽ യഥാർത്ഥ വിജയം നേടുന്നതിൽ നിന്ന് പ്രധാനമന്ത്രി ഇസ്രായേലിനെ തടയുകയാണെന്നും അതിനാലാണ് യുദ്ധകാര്യ മന്ത്രിസഭ വിട്ടതെന്നും ബെന്നി പറഞ്ഞു. ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കുന്നതിനും ഗസയെ സൈനികവൽക്കരിക്കുന്നതിനും ഒരു അന്താരാഷ്ട്ര ഭരണം സ്ഥാപിക്കുന്നതിനും സൗദി അറേബ്യയുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനും ഇസ്രായേലിന് കഴിയണം, അല്ലെങ്കിൽ താൻ രാജിവെക്കുമെന്നായിരുന്നു ബെന്നിയുടെ ഭീഷണി. ഇതിനുശേഷം അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. പിന്നാലെ അദ്ദേഹത്തിന്റെ പാർട്ടി അംഗവും മുൻ സേനാ മേധാവിയുമായ ഗാദി എയ്സൻകോട്ടും രാജിവെച്ചു. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടെന്ന് ഗാൻസ് പറയുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴുള്ളത് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണെന്നും ഇട്ടെറിഞ്ഞു പോകേണ്ട സമയമല്ല എന്നുമായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. നെതന്യാഹു ഉൾപ്പെടെ 3 പേരാണ് ഇനി യുദ്ധകാര്യ മന്ത്രിസഭയിലുള്ളത്. 2 പേരുടെ രാജി ഇസ്രായേലിനെ ഇനി എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം.